السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ ഇന്ന് പുതിയൊരു കിതാബ് പഠനം ആരംഭിക്കുകയാണ്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന ചെറുഗ്രന്ഥമാണ് നമ്മൾ അവലംബമാക്കുന്നത്. അഥവാ നിസ്കാരത്തിൻ്റെ ഷർത്തുകളും നിസ്കാരത്തിൻ്റെ റുക്നുകളും നിസ്കാരത്തിലെ നിർബന്ധ കാര്യങ്ങളും, അതാണ് കിതാബിൻ്റെ പേര്. ഈ കിതാബിൻ്റെ ഗ്രന്ഥകർത്താവ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. അദ്ദേഹം നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചരിത്രം പലതവണ നമ്മൾ കേട്ട് കാണും. സൗദി അറേബ്യ എന്ന രാജ്യം ഇന്ന് തൗഹീദിൻ്റെ കുടക്കീഴിലാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അങ്ങേയറ്റത്തെ തൗഫീഖിന് ശേഷം വലിയ പങ്കുവഹിച്ച ആളാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. അദ്ദേഹം വരുന്ന കാലത്ത് ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തുമായി നിറഞ്ഞു നിന്ന ഒരു രാജ്യമായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന സൗദി അറേബ്യ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും കാലശേഷം പിന്നീട് പിഴച്ച കക്ഷികൾ കടന്നു വരികയും ദീനിലില്ലാത്ത പലതും അവിടെ കൊണ്ടുവരികയും ചെയ്തു. ഖുർആനിനും സുന്നത്തിനും എതിരായി അത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം അതിനെതിരിൽ ഇറങ്ങി പുറപ്പെട്ടു. ചരിത്രം വളരെ വിശാലമാണ്. അങ്ങനെയാണ് അദ്ദേഹം മുഹമ്മദ് ഇബ്നു സഊദ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നതും അദ്ദേഹവുമായി ബൈഅത്ത് ചെയ്യുകയും പിന്നീട് ഭരണവും ദീനീ കാര്യവുമായി രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് തൗഹീദി ദഅവത്തിന് ആരംഭം കുറിക്കുകയും അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ആ നാട് മുഴുവനും തൗഹീദിലായി അങ്ങനെ പരിവർത്തിക്കപ്പെടുകയും ചെയ്തു. ഇന്നും നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഭരണം ആലു സഊദിനും അവിടുത്തെ മതകാര്യം ആലു ഷെയ്ഖിനുമാണ്. ആലു സഊദ് രാജാവിൻ്റെ മക്കളാണ്. ആലു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ മക്കളുടെ മക്കൾ. ഇന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങനെ നിലനിന്നു പോകുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ, എടുത്തു പറയാൻ മാത്രമുള്ള ഒരു കാര്യമാണ് ആ രാജ്യവും അവിടുത്തെ ഭരണകൂടവും അവിടെയുള്ള പണ്ഡിതന്മാരും. ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഹിജ്റ 1115 ജനിച്ചത്. ഹിജ്റ 1115. അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഹിജ്റ 1206
റഹിമഹുല്ലാഹ്. ഇതാണ് ഷെയ്ഖിനെ കുറിച്ച് ചുരുങ്ങിയ രൂപത്തിൽ പറയാനുള്ളത്. വിശാലമായ ഒരു ചരിത്രമാണ്, ഒരുപാട് പറയാനുണ്ടാകും അദ്ദേഹത്തിൻ്റെ ചരിത്രം. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ കേൾക്കണം. വിശാലമായി വിശദമായി സംസാരിക്കപ്പെട്ട ഷെയ്ഖിൻ്റെ ചരിത്രം നമ്മൾ കേൾക്കണം, കേൾക്കേണ്ട ചരിത്രമാണ്. ഒരുപാട് ഗുണപാഠങ്ങൾ അതിലൂടെ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ സാഹചര്യം, എങ്ങനെ തൗഹീദി ദഅവത്ത് നടത്തണം, എന്താണ് ആദ്യം ജനങ്ങളോട് പറയേണ്ടത്, എന്തായിരിക്കണം നമ്മുടെ സമീപനം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വലിയ ഗുണപാഠമുണ്ട്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഈ ഗ്രന്ഥം, കൊച്ചു ഗ്രന്ഥം, ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മറ്റു ഗ്രന്ഥങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടു കാണും. കിതാബ് തൗഹീദ്, ഉസൂലു സലാസ, ഖവാഇദുൽ അർബഅ തുടങ്ങി ഷെയ്ഖിന് വളരെ മഹത്തരമായ ഗ്രന്ഥങ്ങളുണ്ട്. അതിലെല്ലാം ഏതൊരു മനുഷ്യനും നോക്കിയാൽ കാണാൻ സാധിക്കുക ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് എന്നതാണ്. ഷെയ്ഖിൻ്റെ വകയായി അദ്ദേഹം ഒന്നും പറയാറില്ല, മറിച്ച് ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കും, ഹദീസിൽ നിന്ന് തെളിവുദ്ധരിക്കും. അതാണ് ഷെയ്ഖിൻ്റെ പൊതുവായ രീതി. അദ്ദേഹത്തിൻ്റെ എല്ലാ കിതാബുകളും അങ്ങനെയാണ്. ഈ മഹത്തായ ഗ്രന്ഥവും നമുക്ക് കാണാം, ഏത് വിഷയം പറഞ്ഞാലും ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് എന്ന് നമുക്ക് കാണാം. സഹോദരങ്ങളെ, നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയം, ഇന്ന് പഠനം ആരംഭിക്കുന്ന വിഷയം നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമുക്ക് വളരെ നിസാരമായി തോന്നാറുള്ള ഒരു കാര്യമാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം. പണ്ടേ നമ്മൾ നിസ്കരിക്കുന്നതല്ലേ. എന്നാൽ സഹോദരങ്ങളെ, നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ എത്ര കണ്ട് പഠിച്ചു? ഈ പറയപ്പെട്ട വിഷയങ്ങൾ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, നിസ്കാരത്തിൻ്റെ റുക്നുകൾ, നിസ്കാരത്തിലെ നിർബന്ധ കാര്യങ്ങൾ, നമുക്ക് എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും എന്നത് ചിന്തിക്കേണ്ടതുണ്ട്. നിസ്കാരത്തിന് എത്ര ഷർത്തുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും? ആരെയും പരിഹസിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. അതുപോലെ നിസ്കാരത്തിന് എത്ര റുക്നുണ്ട്, നിസ്കാരത്തിലെ നിർബന്ധ കാര്യങ്ങൾ എത്രയാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും. പണ്ടേ മദ്രസകളിൽ നിന്ന് നമ്മൾ പഠിക്കാറുണ്ട്, പഠിക്കുന്ന കാര്യവുമാണ് നിസ്കാരത്തെക്കുറിച്ചുള്ള കാര്യം. എന്നാൽ കാലം കഴിഞ്ഞാൽ ഏത് വിഷയത്തിലും നമ്മുടെ നിലപാടുകൾ മാറുന്നത് പോലെ, നമ്മൾ അലസരായി തീരുന്നത് പോലെ ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ വളരെ ഭക്തിയോടുകൂടി നിസ്കരിച്ചാൽ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞാൽ അതിൻ്റെ തോത് കുറഞ്ഞു വരും. അത് മനുഷ്യൻ പൊതുവെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞത്. എപ്പോഴും പഠനം നിർത്താതെ തുടർന്നു കൊണ്ടിരിക്കണമെന്ന് ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചത്. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഏതുവരെയാണ് നിങ്ങൾ ഇൽമു നേടുക? അദ്ദേഹം പറഞ്ഞു, തൊട്ടിൽ മുതൽ മഖ്ബറ വരെ, അഥവാ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠനം അവസാനിക്കുകയില്ല. നമ്മുടെ നിലവാരം എന്താണ് എന്ന് ഈ കിതാബ് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഈ കിതാബ് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും എന്താണ് നമ്മുടെ അവസ്ഥ എന്ന്. അള്ളാഹു കൃത്യമായി പഠിക്കാൻ, ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ തൂണാണ്. നമ്മുടെ ദീൻ നിലനിൽക്കുന്നത് 5 സ്തംഭങ്ങളിലാണ്, 5 തൂണുകളിലാണ് നമ്മുടെ ദീനുള്ളത്. ഒന്ന് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാം കാര്യങ്ങൾ 5 ആകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ഒന്നാമത്തത് ഷഹാദത്താണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അസ്സലാഹ്, നിസ്കാരമാണ്. പിന്നെ സകാത്ത്, നോമ്പ്, ഹജ്ജ്, 5 കാര്യങ്ങൾ. അതിൽ ഷഹാദത്തിന് ശേഷം എടുത്തു പറഞ്ഞ കാര്യമാണ് നിസ്കാരം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, നിസ്കാരം എന്നത് ദീനിൻ്റെ തൂണാകുന്നു എന്ന് പ്രത്യേകം ഹദീസ് വന്നിട്ടുണ്ട്. നമ്മുടെ ദീൻ നിലനിൽക്കുന്നത് നിസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്ര കണ്ട് നമ്മുടെ നിസ്കാരം ശരിയാകുന്നോ അത്ര കണ്ട് നമ്മുടെ ദീൻ ശരിയാവും. എത്ര കണ്ട് നമ്മുടെ നിസ്കാരം ഫസാദാകുന്നോ അത്ര കണ്ട് നമ്മുടെ ദീനും ഫസാദാകും.
കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കാൻ അല്ലാഹു കൽപ്പിച്ചു. ആ നിസ്കാരം ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം എന്നത് തിന്മകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തും. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ നിസ്കാരവുമായി അതിന് ബന്ധമുണ്ടാകും. നിസ്കാരം കൃത്യമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. നിസ്കാരം കൃത്യമാണെങ്കിൽ, നിസ്കാരത്തിൽ എന്തൊക്കെ കൃത്യമാക്കണം എന്നത് നമ്മൾ പഠിക്കും. നിസ്കാരത്തിൻ്റെ സമയം കൃത്യമായിരിക്കണം. നിസ്കാരം അതിൻ്റെ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അത് പ്രത്യേകം ശരിയാവണം. ഷർത്തുകൾ, റുക്നുകൾ, നിർബന്ധ കാര്യങ്ങൾ ഒക്കെ ശരിയാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ നിസ്കാരം അള്ളാഹു പറഞ്ഞ ആ നിലവാരത്തിലേക്ക് എത്തുകയുള്ളൂ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, വലാ റൈബ, യാതൊരു സംശയവുമില്ല, അന്ന സ്വലാത്ത, തീർച്ചയായും നിസ്കാരം എന്നത് ഖുർറത്തു ഉയൂനിൽ മുഹിബ്ബീൻ, അള്ളാഹുവിനോട് സ്നേഹമുള്ള, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺകുളിർമയാകുന്നു. നമ്മുടെ നിസ്കാരം നമുക്ക് കൺകുളിർമയാണോ അതല്ല പ്രയാസമാണോ നമ്മൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിനോട് സ്നേഹമുള്ള ഒരു വ്യക്തി, ഒരു മുഅ്മിനിന് നിസ്കാരം കൺകുളിർമയായിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, ജുഇലത് ഖുർറത്തു ഐനി ഫി സ്വലാത്തി, എൻ്റെ കൺകുളിർമ നിസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുന്ന് നിസ്കാരം വളരെ ഇഷ്ടമായിരുന്നു അവിടത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് പറയാറുണ്ടായിരുന്നു, യാ ബിലാൽ അഖിമിസ് സ്വലാ അരിഹ്നാ ബിഹാ, ബിലാലെ ഇഖാമത്ത് വിളിക്കൂ, നിസ്കാരം കൊണ്ട് നമുക്ക് സമാധാനം നൽകൂ, നിസ്കരിച്ചുകൊണ്ട് നമ്മൾ സമാധാനത്തിലാവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വലദ്ദതു അർവാഹിൽ മുവഹിദീൻ, തൗഹീദുള്ള, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവിൻ്റെ ആസ്വാദനമാണ് നിസ്കാരം. വബുസ്താനുൽ ആബിദീൻ, അള്ളാഹുവിനെ ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന, ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കുന്ന ആബിദുകളായ ആളുകളുടെ പൂന്തോട്ടമാകുന്നു നിസ്കാരം. വലദ്ദതു നുഫൂസിൽ ഖാശിഈൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ മനസ്സിൻ്റെ ആസ്വാദനമാണ് നിസ്കാരം. സഹോദരങ്ങളെ, ഈ പറഞ്ഞതുമായി നമ്മുടെ ജീവിതത്തിന് എന്ത് ബന്ധമാണുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തം പരിശോധിക്കണം. നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്കിങ്ങനെയാണോ നിസ്കാരം, അതല്ല എന്തോ ഒരു അള്ളാഹു കിട്ടുന്നത് പോലെ, എന്തോ ഒരു ബാധ്യത തീർക്കുന്നത് പോലെ അങ്ങനെയാണോ നമ്മൾ നിസ്കരിച്ച് തീർക്കാറുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞ നിരവധി ഹദീസുകൾ നമുക്ക് കാണാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാം, മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ തഹ്ദുറുഹു സ്വലാത്തുൻ മക്തൂബത്തുൻ, ഏതൊരു മുസ്ലിമാണോ അവന് ഫർള് നിസ്കാരത്തിൻ്റെ സമയം ആസന്നമായി, അഥവാ നിസ്കരിക്കാനുള്ള സമയമായി, ഫയുഹ്സിനു വുദൂഅഹാ വഖുശൂഅഹാ വറുകൂഅഹാ, അങ്ങനെ നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ അവൻ നന്നായി വുദൂ ചെയ്തു, എന്നിട്ട് നിസ്കാരം ഭയഭക്തിയോടെ, നിസ്കാരത്തിലെ റുകൂഉം മറ്റു കാര്യങ്ങളുമെല്ലാം ഭക്തിയോടുകൂടി നിർവഹിച്ചു എങ്കിൽ ഇല്ലാ കാനത് കഫാറതൻ ലിമാ ഖബ്ലഹാ മിന ദുനൂബി മാ ലം യുഅതി കബീറതൻ വദാലിക അദ്ദഹ്റ കുല്ലഹു, അങ്ങനെ ഒരാൾ ചെയ്താൽ, അഥവാ നിസ്കാരത്തിന് സമയമായി നന്നായി വുദൂ ചെയ്തു, നല്ല രൂപത്തിൽ നിസ്കരിച്ചു എങ്കിൽ അയാളുടെ മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും. അയാൾ വൻപാപങ്ങൾ ചെയ്യാതിരുന്നാൽ, എല്ലാ കാലത്തും ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഓരോ നിസ്കാരവും നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്നു ഓരോ നിസ്കാരം കഴിയുമ്പോഴും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ കാര്യം
വളരെ മഹത്തരമാണ്. അള്ളാഹുവിൻ്റെ കിതാബിൽ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, നിസ്കാരം എന്നത് നമുക്ക് മാത്രമല്ല, ഈ സമുദായത്തിന് മാത്രമല്ല അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളത്. എല്ലാ സമൂഹത്തിനും, അഥവാ മുൻകഴിഞ്ഞ നബിമാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ എല്ലാ നബിമാരുടെ ചരിത്രം പറയുമ്പോഴും അവിടെയൊക്കെ നിസ്കാരം നമുക്ക് കാണാം. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം, ഇസ്ഹാഖ്, ഷുഐബ്, അതുപോലെ മൂസ, അതുപോലെ ദാവൂദ്, സുലൈമാൻ അലൈഹിമുസ്സലാത്തു വസ്സലാം, സക്കരിയ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, അതല്ല അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ മുഴുവനും അവരുടെ എല്ലാം ചരിത്രം വിശദീകരിക്കുന്നതിനിടയിൽ അള്ളാഹു നിസ്കാരവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതായി കാണാം. അവർക്കൊക്കെ നിസ്കാരമുണ്ടായിരുന്നു എന്ന് ചുരുക്കം. എല്ലാവർക്കും അള്ളാഹു ഈ മഹത്തായ ഇബാദത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് നിസ്കാരത്തിൻ്റെ സമയം പഠിപ്പിച്ചു കൊടുത്തു. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. നിസ്കാരത്തിൻ്റെ സമയം ഹദീസ് നമ്മൾ പിന്നീട് വായിക്കും. നിസ്കാരത്തിൻ്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പഠിപ്പിച്ചു കൊടുത്തു. അഥവാ 2 സമയങ്ങളിലായി വന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാമായി നിസ്കരിച്ച് സമയം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് നമുക്ക് കാണാം, ഹാദാ വഖ്തുൽ അംബിയാഇ ഖബ്ലക്. ഇതാണ് താങ്കളുടെ മുമ്പ് ഉണ്ടായിരുന്ന മുൻകഴിഞ്ഞ നബിമാരുടെ നിസ്കാരങ്ങളുടെ സമയം. എല്ലാ നബിമാർക്കും നിസ്കാരമുണ്ടായിരുന്നു എന്നത് ഖുർആനിലും സുന്നത്തിലും വ്യക്തമാണ്. അതുപോലെ സഹോദരങ്ങളെ, നിസ്കാരമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നിമിഷങ്ങളിൽ, അഥവാ അവിടുന്ന് വഫാത്താവാൻ അടുത്ത സമയങ്ങളിൽ ഈ ഉമ്മത്തിന് വസിയത്തായി നൽകിയ കാര്യമാണ്. ഹദീസിൽ നമുക്ക് കാണാം, കാന ആഖിറു കലാമി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാക്കുകളിൽ ഇപ്രകാരം കാണാം, അസ്സലാത അസ്സലാത ഇത്തഖുല്ലാഹ ഫീമാ മലക്കത് ഐമാനുക്കും. നിസ്കാരം നിസ്കാരം, അതുപോലെ നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയ ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അഥവാ നമ്മുടെ കീഴിലുള്ള ആളുകളുടെ കാര്യത്തിൽ, അടിമകളുടെ, അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് അവസാന നിമിഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയതായി ഹദീസിൽ നമുക്ക് കാണാം. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹത്തായ ചില ഹദീസുകളിൽ നമുക്ക് കാണാം, നിസ്കാരം എന്നത് ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സലാത്തി. ഒരു മനുഷ്യൻ്റെയും അവൻ്റെ കുഫറിനും ഷിർക്കിനും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കലാണ്. അഥവാ ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറായി പോകും എന്നതിന് പണ്ഡിതന്മാർ ഈ ഹദീസ് തെളിവ് പിടിക്കാറുണ്ട്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ. നമുക്കും കാഫിറുകൾക്കും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാകുന്നു. ഫമൻ തറകഹ ഫഖദ് കഫറ. ആര് നിസ്കാരം ഉപേക്ഷിച്ചുവോ അവൻ കാഫിറായിരിക്കുന്നു. മാത്രമല്ല, നമ്മെ പേടിപ്പെടുത്തേണ്ട ഒരു ഹദീസ് ഇപ്രകാരം നമുക്ക് കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലൈഹ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ. ആരാണോ നിസ്കാരം, 5 നേരത്തെ നിസ്കാരങ്ങൾ കൃത്യമായി നിലനിർത്തുന്നത്, അയാൾക്ക് ആ നിസ്കാരം പ്രകാശമായി തീരും. അഥവാ ഇഹലോകത്തും ഖബറിലും പരലോകത്തും നിസ്കാരം പ്രകാശമായി തീരും. വബുർഹാനൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ തെളിവായി തീരും. വനജാതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ രക്ഷയുമാണ് നിസ്കാരം. വമൻ ലം യുഹാഫിദ് അലൈഹ, ആരാണോ നിസ്കാരം കൃത്യമായി മുറ പോലെ നിർവഹിക്കാത്തത്, ലം യകുൻ ലഹു നൂറുൻ വലാ ബുർഹാനുൻ വലാ നജാത്ത്, മേൽ പറഞ്ഞ പ്രകാശമോ രക്ഷയോ തെളിവോ അവനാവുകയില്ല. മാത്രമല്ല, വകാന യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അവനെ സംബന്ധിച്ചിടത്തോളം, അഥവാ നിസ്കാരം
നിലനിർത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മാ ഖാറൂന വ ഫിർഔന വ ഹാമാൻ വ ഉബയ്യ് ഇബ്നു ഖലഫ്. ലോകത്ത് അള്ളാഹുവിൻ്റെ ദുനിയാവിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരായ ആളുകളുടെ കൂട്ടത്തിലായിരിക്കും ഖിയാമത്ത് നാളിൽ അത്തരം ആളുകൾ ഉണ്ടാവുക. ആരൊക്കെയാണ് അവർ? ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, ഉബയ്യ് ഇബ്നു ഖലഫ്. ഈ 4 പേരെന്നത് കുഫ്റിന്റെ തലകളാണ്, കാഫിറുകളുടെ നേതാക്കന്മാരാണ്, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ അങ്ങേയറ്റം ഉപദ്രവിച്ച ആളുകളാണ്, അള്ളാഹു നിന്ദ്യമായ ശിക്ഷകൾ നൽകിയ ആളുകളാണ്. അവരുടെ കൂട്ടത്തിലായിരിക്കും നിസ്കാരം ഉപേക്ഷിച്ച ആളുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്ക് നമുക്ക് കാണാം. മൻ ശർറഹു അയ്യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ. ആരാണോ നാളെ ഖിയാമത്ത് നാളിൽ മുസ്ലിമായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, ഫൽയുഹാഫിദ് അലാ ഹൗലാഇ സ്വലവാതി ഹൈസു യുനാദാ ബിഹിന്ന. നാളെ പരലോകത്ത് അള്ളാഹുവിനെ മുസ്ലിമായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ 5 നേരത്തെ നിസ്കാരങ്ങൾ അതിനുവേണ്ടി വിളിക്കപ്പെടുമ്പോൾ അത് നിലനിർത്തിക്കൊള്ളട്ടെ. ആ വാക്കിൽ വ്യക്തമാണ് നിസ്കാരം ഉപേക്ഷിക്കൽ സഹാബത്ത് കുഫ്റായി കണ്ടിരുന്നു എന്നത്. സഹാബത്ത് നിസ്കാരം ഉപേക്ഷിച്ചാൽ അതിനെ കുഫ്റായി കണ്ടിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സുനനൽ ഹുദ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രവാചകന് ഏറ്റവും നല്ല ചര്യ അത് മതനിയമമാക്കിയിരിക്കുന്നു. വഇന്നഹുന്ന മിൻ സുനനിൽ ഹുദ. 5 നേരത്തെ നിസ്കാരം എന്നത് അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു നിർബന്ധമാക്കിയ സന്മാർഗത്തിന്റെ ചര്യയാകുന്നു. വലൗ അന്നകും സ്വല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതിഹി ലതറക്തും സുന്നത നബിയിക്കും. നിങ്ങളിൽ ആരെങ്കിലും മുനാഫിഖുകൾ നിസ്കാരത്തിന് പള്ളികളിൽ വരാതെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ പോലെ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്റെ സുന്നത്ത് ഉപേക്ഷിച്ചിരിക്കുന്നു. ജമാഅത്തിന്റെ പ്രാധാന്യം അതിലുണ്ട്. നിസ്കാരം വീട്ടിൽ വെച്ച് അല്ല പുരുഷന്മാർ നിർബന്ധ നിസ്കാരം നിസ്കരിക്കേണ്ടത്, മറിച്ച് ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ താമസിക്കുന്ന ആളുകൾ നിസ്കാരത്തിന് പള്ളിയിലെത്തണം. ജമാഅത്തിനെത്താതെ വീട്ടിൽ വെച്ച് അങ്ങനെ മടികൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവർ പ്രവാചകന്റെ സുന്നത്ത് ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് തോന്നും സുന്നത്തല്ലേ. ബാക്കി കേട്ടോളൂ. അദ്ദേഹം പറഞ്ഞു, വലൗ തറക്തും സുന്നത നബിയിക്കും ലളൽതും. നിങ്ങളുടെ പ്രവാചകന്റെ സുന്നത്ത് ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴികേടിലായി പോകും. സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചാൽ സഹാബി പറയുകയാണ് വഴികേടിലായി പോകും, ലലാലത്തിലായി പോകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമാ മിർ റജുലിൻ യതതഹറു ഫയുഹ്സിനു الطهور ثم يعمد الى مسجد من هذه المساجد الا كتب الله له بكل خطوة يخطوها حسنة ويرفعه بها درجة ويحط عنه بها سيئة. ഏതൊരു മനുഷ്യനാണോ നിസ്കാരം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളികളിൽ ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് വുദു എടുത്ത് ശുദ്ധിയായിക്കൊണ്ട് പുറപ്പെടുന്നത്, അയാളുടെ ഓരോ ചവിട്ടടിക്കും അള്ളാഹു ഒരു നന്മ രേഖപ്പെടുത്തും. ഒരു കാലെടുത്ത് വെച്ചാൽ ഒരു നന്മ. പള്ളിയിലേക്ക് കാലെടുത്ത് വെച്ച് നടന്നു പോയാൽ വലിയ നന്മയാണ്. മാത്രമല്ല വയർഫഉഹു ബിഹാ ദറജ, ഓരോ ചവിട്ടടിക്കും അള്ളാഹു ഒരു പദവി ഉയർത്തി കൊടുക്കും. വയഹുത്തു അൻഹു ബിഹാ സയ്യിഅ, ഓരോ ചവിട്ടടി വെക്കുമ്പോഴും ഒരു തിന്മ അള്ളാഹു മായ്ച്ചു കളയുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലഖദ് റഅയ്തുന, അഥവാ സഹാബികളെ നമ്മൾ കണ്ടിരുന്നു, വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. നിസ്കാരത്തിന് വരാതെ, പള്ളികളിൽ വരാതെ ഇരിക്കുന്ന ആളുകൾ മുനാഫിഖുകളല്ലാതെ മറ്റാരുമല്ല. അറിയപ്പെട്ട നിഫാഖിൽ അറിയപ്പെട്ട ആളുകൾ മാത്രമേ പള്ളിയിലേക്ക് വരാതിരിക്കുകയുള്ളൂ. വലഖദ് കാന الرجل يؤتى به يهادى بين الرجلين حتى يقام في الصف.
നടക്കാൻ സാധിക്കാത്ത രോഗിയായ ആളുകൾ, സഹാബികൾ അവരെ രണ്ടുപേർ ചുമന്നുകൊണ്ട് സൊഫിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ അവർ നിസ്കാരം നിലനിർത്താറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവമാണ്. നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ ധാരാളക്കണക്കിനാണ്, ഒരുപാടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, വലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാ. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ദീനിൽ യാതൊരു ഓഹരിയുമില്ല. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകൾക്ക് അദ്ദേഹം കത്തെഴുതാറുണ്ടായിരുന്നു, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാ. തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ എൻ്റെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാകുന്നു. ഭരണാധികാരി കൂടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഉപദേശം നോക്കൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഥവാ തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമാണ്. ഫമൻ ഹഫിളഹ ഹഫിള ദീനഹു. ആര് നിസ്കാരം കൃത്യമായി നിലനിർത്തിയോ അവൻ അവന്റെ ദീൻ നിലനിർത്തി. വമൻ ളയ്യഅഹ ഫഹുവ ലിമാ സിവാഹ അദിഅ. ആരാണോ നിസ്കാരം പാഴാക്കുന്നത് അവൻ അതിന് പുറമെയുള്ള ദീനിന്റെ എല്ലാ കാര്യങ്ങളും അതിനേക്കാൾ പാഴാക്കും. ഒരാൾ എന്തുകൊണ്ട് നശിക്കുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിസ്കാരം ശരിയായില്ലെങ്കിൽ നമ്മൾ നശിക്കാൻ അത് കാരണമാകും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ദീനിലെ എല്ലാ കാര്യങ്ങളും അതിനേക്കാൾ നമ്മൾ പാഴാക്കി കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാ. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ദീനിൽ യാതൊരു ഓഹരിയും ഇല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് ആയത്തുകളിലൂടെ താക്കീത് ചെയ്തതായി നമുക്ക് കാണാം. സഹോദരങ്ങളെ, അത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. ഏതാനും ചില ഹദീസുകൾ കേൾപ്പിച്ചു എന്ന് മാത്രം. ഈ നിസ്കാരം, ഈ 5 നേരത്തെ നിസ്കാരം, അത് നമ്മൾ എങ്ങനെ നിസ്കരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, അവിടുന്ന് എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ നമ്മൾ നിസ്കരിക്കണം. നമുക്ക് തോന്നിയതുപോലെ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം ശരിയാവുകയില്ല. അതിന് തെളിവായി പണ്ഡിതന്മാർ പറയാറുള്ള മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം നമുക്ക് കാണാം. ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് സഹോദരങ്ങളെ നമ്മെ പേടിപ്പെടുത്തണം. നമ്മൾ എന്തുകൊണ്ട് നിസ്കാരം ആവർത്തിച്ചു പഠിക്കണം എന്നതിൻ്റെ പ്രാധാന്യം ഇതിലൂടെ ബോധ്യപ്പെടും. ഹുദൈഫ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത പറയേണ്ടതില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ഉമർ റളിയല്ലാഹു അൻഹു വരെ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ചോദിച്ചിട്ടുണ്ട്, മുനാഫിഖുകളുടെ പേര് പറഞ്ഞപ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുപ്പമുള്ള ആളാണ് ആര്? ഹുദൈഫ റളിയല്ലാഹു അൻഹു. അദ്ദേഹം റഅ റജുലൻ യുസല്ലി. അദ്ദേഹം ഒരിക്കൽ ഒരാൾ നിസ്കരിക്കുന്നതായി കാണുന്നു. ലകിന്നഹു യുസല്ലി സ്വലാത്തൻ യുഖ്തിഉ ഫീഹാ ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ. നിസ്കാരത്തിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അയാൾ നിസ്കാരത്തിൽ സുജൂദും റുകൂഉം ശരിയാക്കുന്നില്ല. അങ്ങനെ നിസ്കാരം ശരിയാക്കാതെ നിസ്കരിച്ച ഒരാളെ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ അദ്ദേഹം നിസ്കരിച്ച് കഴിയുന്നത് വരെ ഹുദൈഫ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, യാ ഹാദാ, അല്ലയോ മനുഷ്യ, മുൻദു കം വഅൻത തുസല്ലി ഹാദിഹി സ്വലാത്ത. എത്ര കാലമായി നീ ഇപ്പോൾ നിസ്കരിച്ചത് പോലെയുള്ള നിസ്കാരം നീ നിസ്കരിക്കുന്നു? അദ്ദേഹം തിരിച്ചു പറഞ്ഞു, മുൻദു 40 സന. 40 കൊല്ലമായി, 40 വർഷങ്ങളായി ഞാൻ ഇങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത്. എനിക്കിങ്ങനെ അറിയുള്ളൂ, ഞാൻ ഇങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ മറുപടി സഹോദരങ്ങളെ നമ്മെ പേടിപ്പെടുത്തണം. അദ്ദേഹം പറഞ്ഞു, മുൻദു 40 സനതൻ മാ സല്ലൈത. ഇങ്ങനെയാണ് നീ നിസ്കരിച്ചത് എങ്കിൽ കഴിഞ്ഞ 40 വർഷങ്ങളായി നീ നിസ്കരിച്ചിട്ടില്ല. അഥവാ നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് ചുരുക്കം. നിസ്കാരം റുകൂഉം സുജൂദും
ശരിയാക്കാതെ നിസ്കാരത്തിൽ അബദ്ധങ്ങളോടുകൂടി നിസ്കരിച്ച ഒരാളോട് സഹാബി പറഞ്ഞ വാക്കാണിത്. കഴിഞ്ഞ 40 വർഷമായി നീ നിസ്കരിച്ചിട്ടില്ല. സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം. വർഷങ്ങളായി നമ്മൾ നിസ്കരിക്കുന്നു, പക്ഷേ നിസ്കാരത്തിൽ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവുകയില്ല എന്ന ഗൗരവപ്പെട്ട ഓർമ്മപ്പെടുത്തലാണിത്. മാത്രമല്ല അദ്ദേഹം അതോടൊപ്പം ചേർത്ത് പറഞ്ഞു, വലൗ മിത്ത അലാ ഹാദാ മിത്ത അലാ ഗൈരിൽ ഫിത്രത്തി അല്ലതി ബുഇസ ബിഹാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ നിസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് നീ മരിച്ചു പോകുന്നത് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിലല്ലാതെ ആയിക്കൊണ്ടാണ് നീ മരിച്ചു പോവുക. നിസ്കാരം ശരിയാവാതെ ഇങ്ങനെ എങ്ങനെയെങ്കിലും നിസ്കരിച്ച് അങ്ങനെ മരിച്ചു പോയാൽ പരലോകത്തെത്തുമ്പോൾ ഇസ്ലാമിൽ ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല എന്ന് ചുരുക്കം. പലപ്പോഴും നമ്മിൽ പലർക്കും സഹോദരങ്ങളെ ഈ വിഷയം വളരെ അലംഭാവമാണ്. നിസ്കാരം പണ്ടും പണ്ടേ നിസ്കരിച്ചതുപോലെ കൈ എവിടെ കെട്ടിയാലും കുഴപ്പമില്ല, എങ്ങനെ സുജൂദ് ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെ റുക്കു ചെയ്താലും കുഴപ്പമില്ല എന്ന അവസ്ഥകളിലാണ് പലരും. അള്ളാഹു പുറത്തു വരുമല്ലോ, അള്ളാഹു പുറത്തു വരും, ശരിയാണ്. പക്ഷെ അള്ളാഹു പഠിപ്പിച്ചതുപോലെ ചെയ്യണം. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്, ശരി. പക്ഷെ അള്ളാഹു അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കാണിച്ചു തന്ന നിസ്കാരം നിസ്കരിക്കാതെ, അത് പഠിക്കാതെ, അത് ശ്രദ്ധിക്കാതെ, എന്നിട്ട് അള്ളാഹു ഗഫൂറാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും ആവരുത്. മറിച്ച് നമ്മൾ പഠിക്കണം. അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്ക് സഹോദരങ്ങളെ നമ്മെ പേടിപ്പെടുത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവല്ലഅ കമാ ഉമിറ വസല്ല കമാ ഉമിറ. നോക്കൂ, വുദൂ ചെയ്താൽ, ആര് വുദൂ ചെയ്തുവോ, ഏതുപോലെ, എങ്ങനെയെങ്കിലുമല്ല, കമാ ഉമിറ, കൽപ്പിക്കപ്പെട്ടതുപോലെ. വുദൂ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വുദൂ ചെയ്യണം. വസല്ല കമാ ഉമിറ, എന്നിട്ട് നിസ്കരിച്ചു ഏതുപോലെ, കമാ ഉമിറ, കൽപ്പിക്കപ്പെട്ടതുപോലെ. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ അമൽ, അയാൾക്ക് അയാളുടെ മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോൾ വുദൂഉം നിസ്കാരവുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, കൽപ്പിച്ചതുപോലെ നമ്മൾ നിർവഹിക്കണം എന്ന് ചുരുക്കം. സഹോദരങ്ങളെ, ഈ ആമുഖം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ കിതാബ് ഇനി അങ്ങോട്ട് വായിച്ചു തീർക്കുമ്പോൾ ഈ പറഞ്ഞ ആമുഖം, നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും അത് ഉപേക്ഷിച്ചാലുള്ള അപകടവും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അവരുടെ വാക്കുകൾ, അതും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഈ കിതാബിൽ ആകെ വന്നിട്ടുള്ള വിഷയങ്ങൾ, ഒന്ന് നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. പേര് നമുക്ക് കാണാം, ശുറൂത്തു സ്വലാത്തി, അഥവാ നിസ്കാരത്തിൻ്റെ ഷർത്തുകളുണ്ട്. വ അർക്കാനുഹ, അഥവാ വ അർക്കാനു സ്വലാത്തി, നിസ്കാരത്തിൻ്റെ റുക്നുകൾ. വ വാജിബാതുഹ, നിസ്കാരത്തിൻ്റെ വാജിബായ നിർബന്ധമായ കാര്യങ്ങൾ. അതോടൊപ്പം ഷെയ്ഖ് റഹിമഹുല്ലാ ഈ കിതാബിൽ വുദൂഉമായി ബന്ധപ്പെട്ട വുദൂഇൻ്റെ ഷർത്തുകൾ, ഫർളുകൾ, വുദൂ മുറിയുന്ന കാര്യങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹയുടെ ലഘു വിശദീകരണം, തഫ്സീർ ഈ കിതാബിലുണ്ട്. അതുപോലെ തശഹുദിൻ്റെ, ഷഹാദത്തിൻ്റെ വിശദീകരണം ഈ കിതാബിലുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ചെറിയ ഒരു കിതാബാണെങ്കിലും വളരെ മനോഹരമായ, മഹത്തരമായ ഇൽമ്, വിജ്ഞാനം അടങ്ങിയിട്ടുള്ള ഒരു കിതാബാണിത്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് പഠനം ആരംഭിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇനി കിതാബിലേക്ക് കടക്കാം. കിതാബ് കിട്ടാത്ത ആരും കണ്ടെങ്കിൽ നിർത്തോളൂ. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവിൻ്റെ നാമത്തിൽ. അഥവാ ഏതു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ബിസ്മി ചൊല്ലുക, അഥവാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നത് പുണ്യകരമായ കാര്യമാണ്. ബിസ്മി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് അവിടെ ഉദ്ദേശം. ഇപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് കിതാബ് വായിക്കുകയാണെങ്കിൽ അവിടെ ഉദ്ദേശം എന്താണ്?
അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ കിതാബ് വായിക്കുന്നു. ഇനി ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കുകയാണ്, തിന്നുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തിന്നുന്നു, കുടിക്കുന്നു. എന്താണോ നമ്മൾ ബിസ്മി പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അതാണ് അവിടെ ഉദ്ദേശം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതിൻ്റെ തഫ്സീർ സൂറത്തുൽ ഫാത്തിഹയിൽ വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ തഫ്സീർ ഫാത്തിഹയിൽ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവിടെ വിശദീകരിക്കാം. ഒറ്റ വാക്കിൽ നമ്മൾ അർത്ഥം പറയുകയാണെങ്കിൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അർ റഹ്മാൻ എന്നാൽ അള്ളാഹുവിൻ്റെ നാമമാണ്. അർ റഹീം എന്നത് അള്ളാഹുവിൻ്റെ നാമമാണ്. അർ റഹ്മാൻ എന്നാൽ അങ്ങേയറ്റം കാരുണ്യമുള്ളവൻ. അർ റഹീം എന്നാൽ സൃഷ്ടികൾക്ക് മുഅ്മിനുകൾക്ക് കാരുണ്യം ചെയ്യുന്നവൻ. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പഠിക്കും. ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽപ്പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെ രീതിയിൽപ്പെട്ടതാണ് ഒരു കിതാബ്. അദ്ദേഹത്തിൻ്റെ കിതാബ് അതിന് പ്രത്യേകം ആമുഖം ഉണ്ടാവുകയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വിഷയം പറയും. അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ പൊതു രീതി അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ കിതാബ് പരിചയപ്പെട്ട ഉസൂലു സലാസ, കിതാബു തൗഹീദ്, അതുപോലെയുള്ള കിതാബുകൾ കണ്ട വായിച്ച ആളുകൾക്കറിയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യഅലം റഹിമകല്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങും. അതല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖൗലുല്ലാഹി തആല എന്ന് പറഞ്ഞ് നേരെ വിഷയം അവതരിപ്പിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. അദ്ദേഹം പറയുന്നു ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ. ആദ്യമായി അദ്ദേഹം വിശദീകരിക്കുന്നത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. നിസ്കാരത്തിന് എത്ര ഷർത്തുകളുണ്ട്? നിസ്കാരത്തിന് എത്ര ഷർത്തുകളുണ്ട്? 9. ഇനി അത് കൈപൊത്തിയിട്ട് ഏതൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? അതിലേക്ക് നോക്കാതെ ഏതൊക്കെയാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ ആ ആ ആ ആ അല്ല, അതതിൽ പെട്ടു, നേസിൽ പെട്ടു. നേരെ അങ്ങനെയില്ല, അത് വേറെ ഒരു വാക്കിൽ ഒതുങ്ങുന്ന കാര്യമാണ്. എത്ര പറഞ്ഞ? 4 5 പറഞ്ഞു അല്ലേ? വേറെ ആരാ പറയാ? നമുക്ക് പഠിക്കാം. ബറക്കല്ലാഹു ഫീക്കും. ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, അത് ഞാൻ പറഞ്ഞത്. ഈ കിതാബ് ഞാനടക്കം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ നിലവാരം മനസ്സിലാവും, നമ്മൾ എവിടെയാണ് ഉള്ളത്. നമ്മൾ മതപരമായി വൈജ്ഞാനികമായി നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഈ കിതാബ്. ഈ ചെറിയ കിതാബ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വലിയ വലിയ കിതാബുകളല്ല, വളരെ ചെറുതാണ്. ഏറ്റവും പ്രാഥമികമായി ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. ഇത് ആരെയും പരിഹസിക്കാൻ പറയുന്നതല്ല. പണ്ഡിതന്മാർ ഈ കിതാബിൻ്റെ ഷർഹിൽ ഇതിൻ്റെ വിശദീകരണമായി അവലംബിച്ചത് നമ്മൾ വായിക്കുന്നത് മദീനയിൽ, സൗദി അറേബ്യയിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള സാലിഹ് ബിൻ അബ്ദുൽ അസീസ് സിന്ദി ഹഫിളഹുല്ലാഹ്, ജാമിഅൽ ഇസ്ലാമിയയിലെ അഖീദ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട അധ്യാപകനാണ് അദ്ദേഹം, സാലിഹ് സിന്ദി ഹഫിളഹുല്ലാഹ്. അദ്ദേഹം ഈ കിതാബ് ഷർഹ് ചെയ്ത അതിൻ്റെ തുടക്കത്തിൽ ആമുഖത്തിൽ പറഞ്ഞതായി കാണാം, പലപ്പോഴും നമ്മിൽ പലരും വലിയ വലിയ ലേഖനങ്ങൾ, വലിയ വലിയ കിതാബുകൾ, വലിയ വലിയ എഴുത്തുകൾ വായിക്കാറുണ്ട്. എന്നാൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ അത് നമുക്ക് വായിക്കാൻ നേരം കിട്ടാറില്ല, അല്ലെങ്കിൽ അത് കേൾക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. മണിക്കൂറുകളോളം നമ്മൾ പലതും കേൾക്കും, പലതും കാണും, ഒരുപാട് സമയം ചെലവഴിക്കും. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ട കാര്യമാണിത്. നിത്യജീവിതത്തിൽ വേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. പക്ഷേ അത് കേൾക്കാനോ വായിക്കാനോ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് നമ്മുടെ കാതിൽ ഇരുവശത്തും ഉണ്ടായിരിക്കണം. നിസ്കാരത്തിൽ അബദ്ധങ്ങളോടുകൂടി മരിക്കുകയാണെങ്കിൽ ഇസ്ലാമിലായിക്കൊണ്ടല്ലാതെയാണ് മരിക്കുക എന്ന ആ വാക്ക് നമ്മെ പേടിപ്പെടുത്തണം. പറഞ്ഞു വന്നത് ഈ പറഞ്ഞ കാര്യം, അത് സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം. ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 9 എണ്ണമാകുന്നു. ഒരു വഅദ് പറഞ്ഞു പോവുക എന്നതല്ല, മറിച്ച് നമ്മൾ പഠിക്കണം.
അതുകൊണ്ടാണ് ഇത് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഞാനിങ്ങനെ പ്രസംഗിച്ച് പോവുക എന്നതല്ല, അത് പഠിക്കണം. നമ്മൾ ഈ കിതാബ് കഴിയുമ്പോൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുവിധം വിജ്ഞാനം നമ്മുടെ കയ്യിലാക്കണം, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ എപ്പോഴെപ്പോഴും പഠിക്കാനിരിക്കൂല, തിരക്കാണല്ലോ, എല്ലാവർക്കും തിരക്കാണ്, തിരക്കിട്ട് ഓടുകയാണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ, മഖബറ സന്ദർശിക്കുന്നത് വരെ അഥവാ ഖബറിലേക്ക് കൊണ്ടുവെക്കുന്നത് വരെ നമ്മൾ തിരക്കിലാണ്. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയ കുറച്ച് സമയമാണിത്. ആ സമയത്ത് വേഗം എടുത്തേക്കണം. മാത്രമല്ല പറഞ്ഞു തരാൻ ആളുകൾ എപ്പോഴും വന്നുകൊള്ളണം എന്നുമില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, നിസ്കാരത്തിന്റെ ഷർത്തുകൾ 9 എണ്ണമാകുന്നു. 9 എണ്ണം. ഇങ്ങനെ എണ്ണങ്ങൾ പറയുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കത് എണ്ണുമ്പോൾ കുറഞ്ഞാൽ വേഗം മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം, അവിടുന്ന് പറഞ്ഞ പല വിഷയങ്ങളും സലാസത്തുൻ 3 ആളുകൾ, അതല്ലെങ്കിൽ സബ്അത്തുൻ 7 ആളുകൾ, അതല്ലെങ്കിൽ 3 കാര്യങ്ങൾ 4 കാര്യങ്ങൾ എന്നിങ്ങനെ പറഞ്ഞ് ഹദീസുകൾ പറയുന്നതായി കാണാം. അപ്പോൾ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു സബ്അത്തുൻ 7 വിഭാഗം ആളുകൾ. നമ്മളതിങ്ങനെ പഠിച്ച് എണ്ണുമ്പോൾ 5 എണ്ണം ആയാൽ ബാക്കി 2 ആൾക്കാരെ പിന്നീട് അന്വേഷിച്ച് പഠിക്കണം. അപ്പം അത് ഉപകാരപ്പെടും. അപ്പോൾ 9 എന്ന എണ്ണം മനസ്സിലാക്കിയാൽ നമുക്ക് ഉപകാരപ്പെടും. ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, നിസ്കാരത്തിന്റെ ഷർത്തുകൾ 9 എണ്ണമാകുന്നു. എന്താണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ? ഷർത്തുകളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ന് ഓർക്കു വരാൻ സാധ്യതയില്ല, അവിടെ കുറച്ച് സമയം എടുക്കാം. ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, ഷർത്തുകൾ 9 എണ്ണമാകുന്നു. എന്താണ് ഷർത്തുകൾ? ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എന്താണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ? നിബന്ധന. നിബന്ധന എന്നാണ് അതിൻ്റെ അർത്ഥം. ശുറൂത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധനകൾ. ഷർത്തിന്റെ ബഹുവചനമാണ് ശുറൂത്ത്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ. എന്താണ് ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ അതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഷർത്ത് എന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. അതിന്റെ അറബി ഞാൻ വായിക്കാം, മനസ്സിലാക്കിയാൽ അൽഹംദുലില്ലാ ഖൈർ, അതല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. അശ്ശർത്ത് എന്ന് പറഞ്ഞാൽ ഹുവല്ലദി യൽസമു മിൻ അദമിഹി അൽ അദം വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദ്. ഇതാണ് ഷർത്തിന്റെ അർത്ഥം. അഥവാ ഹുവല്ലദി യൽസമു മിൻ അദമിഹി അൽ അദം. ഷർത്ത് എന്ന് പറഞ്ഞാൽ ആ കാര്യം, ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന 9 ഷർത്തുകൾ, അതില്ലെങ്കിൽ എന്തിന്റെ ഷർത്ത് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്? നിസ്കാരത്തിന്റെ ഷർത്ത്. ഇതിലേതെങ്കിലും ഒന്നില്ലാതായാൽ എന്തില്ല? നിസ്കാരമില്ല. നിസ്കാരത്തിന് ഷർത്തുണ്ട്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുണ്ട്, അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എത്ര ഷർത്തുണ്ട്? ആ ആ എത്രണ്ണായി? ഇൽമ്, യഖീന്, ഖബൂല്, ഇൻഖിയാദ്, സിദ്ഖ്, ഇഖ്ലാസ്, മഹബ്ബ. എത്രണ്ണായി? അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുകളുണ്ട്. അതുപോലെ ഓരോ ഇബാദത്തിനും ഷർത്തുകളുണ്ട്. ആ ഷർത്തിൽ ഏതെങ്കിലും ഒന്ന്, അതല്ലെങ്കിൽ ഷർത്ത് ഇല്ലാതായാൽ ആ അമൽ ഇല്ല. അതാണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് എന്ത്? ഉദാഹരണത്തിന് വുദൂ. ഒരാൾക്ക് വുദൂ ഇല്ല എന്ന് വിചാരിക്കുക, അയാൾക്ക് നിസ്കാരം ഉണ്ടോ? നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിച്ചാൽ ശരിയാവോ? ഇല്ല. എന്നാൽ വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദ്, ഷർത്ത് ഒരാളിൽ ഉണ്ടായി എന്ന് വിചാരിക്കുക, പക്ഷെ ആ ഇബാദത്ത്, ആ കർമ്മം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഉദാഹരണത്തിന് ഒരാൾ വുദൂ എടുത്തു, പക്ഷെ നിസ്കാരത്തിന്റെ സമയമൊന്നുമില്ല, അയാൾ നിസ്കരിച്ചിട്ടുമില്ല. വുദൂ എടുത്തത് കൊണ്ട് നിസ്കാരം നിർബന്ധമാവോ? ആവോ? ഒരാൾ വെറുതെ വുദൂ എടുത്തു, ഇപ്പൊ ഞാൻ രാവിലെ ഒന്ന് വുദൂ എടുത്തു എന്ന് വിചാരിക്കാം, എനിക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ല. എന്നാൽ നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് എന്ത്? വുദൂ. അപ്പൊ ഷർത്ത് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തില്ല? ആ അമൽ ഉണ്ടാകണം എന്നില്ല. എന്നാൽ ഷർത്ത് ഇല്ലാതായാൽ ആ അമല് ഇല്ല. ഇതാണ് നിബന്ധന. മനസ്സിലായോ? ഇതാണ് നിബന്ധന എന്ന് പറഞ്ഞാൽ. നിസ്കാരത്തിന്റെ ഷർത്തുകൾ 9 എണ്ണമാകുന്നു. 1 അൽ ഇസ്ലാം. അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിരിക്കുക. ഷെയ്ഖ് ആദ്യം 9 എണ്ണം പറഞ്ഞു, എന്നിട്ട് പിന്നീട് അത് ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് വിശദീകരിക്കാം.
അവിടെ വേണമെങ്കിൽ അർത്ഥം എഴുതി വെച്ചോളൂ. അൽ ഇസ്ലാം മുസ്ലിം ആയിരിക്കുക. വൽ അഖ്ലു, അൽ അഖ്ൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉണ്ടായിരിക്കുക. ബുദ്ധി ഉണ്ടായിരിക്കുക. വത്തമീസു, അതാണ് നിങ്ങൾ പറഞ്ഞത്. വത്തമീസു എന്ന് പറഞ്ഞാൽ വകതിരിവ് ഉണ്ടായിരിക്കുക. പ്രായപൂർത്തിയല്ല, വകതിരിവ്. ആ പ്രായപൂർത്തി അല്ലാത്ത 10 വയസ്സ് പ്രായപൂർത്തി ഇല്ലല്ലോ, 10 വയസ്സ് അടിക്കണം എന്ന് പറഞ്ഞില്ലേ, നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. വത്തമീസു, വകതിരിവ് ഉണ്ടായിരിക്കുക. വകതിരിവ് ഉണ്ടായിരിക്കുക. ബോർഡ് ഉണ്ടെങ്കിൽ എഴുതിയിരുന്നു, ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതിയാൽ മതി. 4 വറഫ്ഉൽ ഹദസ്, വറഫ്ഉൽ ഹദസി, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കുക. അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പേനോണ്ട് തരാം, കുറേ എഴുതാനുണ്ടാവും. എഴുതാൻ നല്ല സ്ഥലമുണ്ട് കിതാബിൽ, അത് നോക്കി സെലക്ട് ചെയ്താണ്. അങ്ങനെ എഴുതാനും കൂടി സൗകര്യമുള്ള കിതാബ്. പ്രിൻ്റ് എടുക്കാത്ത ആൾ പ്രിൻ്റ് എടുത്താൽ അതും കൂടി സൗകര്യമാവും ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. 4 ഇല്ലേ? അൽ ഇസ്ലാം വൽ അഖൽ വത്തമീസ് വറഫ്ഉൽ ഹദസ് വഇസാലത്തുൻ നജാസതി, വഇസാലത്തുൻ നജാസതി, നജസ് നീക്കം ചെയ്യൽ. നജസ് നീക്കം ചെയ്യൽ. വസത്റുൽ ഔറതി, വസത്റുൽ ഔറതി, ഔറത്ത് മറക്കൽ. ഔറത്ത് മറക്കൽ. വദുഖൂലുൽ വഖ്തി, സമയമാവൽ. സമയം ആവണം, സമയം ആവൽ. വസ്തിഖ്ബാലുൽ ഖിബ്ലതി, ഖിബ്ലക്ക് നേരെ തിരിയൽ. ഖിബ്ലക്ക് മുന്നിടൽ അല്ലെങ്കിൽ ഖിബ്ലക്ക് നേരെ തിരിയൽ, എങ്ങനെ എഴുതാം? വന്നിയ്യതു, നിയ്യത്ത്. 9 കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞേ. അൽ ഇസ്ലാം, അൽ അഖൽ, അത്തമീസ്, റഫ്ഉൽ ഹദസ്, ഇസാലത്തുൻ നജാസ, ദുഖൂലുൽ വഖ്തി, സത്റുൽ ഔറതി, വസ്തിഖ്ബാലുൽ ഖിബ്ലതി, അന്നിയ്യതു. മലയാളം പറയാം. മുസ്ലിമായിരിക്കുക, ബുദ്ധി ഉണ്ടായിരിക്കുക, വകതിരിവുണ്ടായിരിക്കുക, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, നജസ് നീക്കം ചെയ്യുക, സമയമാവുക, ഔറത്ത് മറക്കുക, ഖിബ്ലക്ക് നേരെ തിരിയുക, നിയ്യത്തുണ്ടായിരിക്കുക. 9 കാര്യങ്ങൾ. എളുപ്പമാണ്, വേഗം കാണാതെ പഠിക്കാം. നമ്മൾ കാണാതെ പഠിക്കണം. ഇത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. ഈ ഷർത്തുകൾ യോജിക്കണം. ഈ ഷർത്തുകൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നിസ്കാരം ശരിയാവുകയുള്ളൂ. ഷർത്തും റുക്നും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. റുക്ൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റുക്ൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൂണെന്നാണ്. റുക്ൻ എന്ന് പറഞ്ഞാൽ തൂണ് എന്നാണ് അർത്ഥം. നിസ്കാരത്തിൻ്റെ റുക്ൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ അവിഭാജ്യ ഘടകമാണ്. അഥവാ അതില്ലാതെ നിസ്കാരം ഉണ്ടാവില്ല. നിസ്കാരത്തിൻ്റെ റുക്ൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിസ്കാരത്തിൻ്റെ റുക്ൻ എത്രയെന്നറിയോ? എത്ര? നിസ്കാരത്തിൻ്റെ റുക്ൻ എത്രയെന്നറിയോ? എത്ര? 15? 14? ബാറക്കല്ലാഹു ഫീക്കും. 14 ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. ഷർത്തും റുക്നുകളും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. വേഗത്തിൽ പറയാം. 1, ഷർത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷർത്ത് ഒരു ഇബാദത്തിന്റെ പുറത്താണ് ഉണ്ടാവുക. ഷർത്ത് ഒരു ഇബാദത്തിന്റെ പുറത്താണ്. അഥവാ ആ ഷർത്ത് യോജിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആ ഇബാദത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നിസ്കരിക്കുന്നതിന് മുന്നേ എന്ത് വേണം? ഷർത്ത് യോജിക്കണം. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പല്ല, പിന്നെയോ നിസ്കരിക്കുന്നതിന് മുന്നേ ഷർത്ത് ഉണ്ടായിരിക്കണം. നമ്മൾ ദുഹറിന്റെ സമയമായാൽ മുസ്ലിം ആയിരിക്കണം, ബുദ്ധി ഉണ്ടായിരിക്കണം, വകതിരിവുണ്ടായിരിക്കണം, പിന്നെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം, നജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കണം, ഔറത്ത് മറക്കണം, സമയമാവണം. ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നിസ്കരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയമാകുന്നതിന് മുന്നേ നിസ്കരിക്കാൻ പാടില്ല. ഖിബ്ലക്ക് നേരെ തിരിയണം, എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ പോരാ, പിന്നെ നിയ്യത്തുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം.
അപ്പൊ ഇത് നിസ്കാരത്തിന്റെ മുന്നേ വേണം, അതല്ലെങ്കിൽ ഒരു ഇബാദത്തിന്റെ മുന്നേ ആണിത്. എന്നാൽ നിസ്കാരത്തിന്റെ റുക്നുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ അകത്താണ്, നിസ്കാരത്തിന്റെ അകത്തുള്ള കാര്യമാണ്. നിസ്കാരത്തിന്റെ അകത്താണ് റുക്നുകൾ ഉണ്ടാവുക, നിസ്കാരത്തിന്റെ അകത്താണ് ഉണ്ടാവുക. അതാണ് ഒരു വ്യത്യാസം. രണ്ടാമത്തത് ഷർത്തും റുക്കുനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഷർത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെയാണ്, നിസ്കാരത്തിന്റെ പുറത്താണ്. അഥവാ നിസ്കാരം തുടങ്ങുന്നതിന് മുന്നേ അത് നമ്മൾ പൂർത്തീകരിക്കണം. എന്നാൽ റുക്ൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ തക്ബീറത്തുൽ ഇഹ്റാം, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ തക്ബീർ തന്നെ എന്താണ്? റുക്നാണ്. അതാണ് ഷർത്തും റുക്നും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം. നിസ്കാരത്തിന്റെ തുടക്കവും അതുപോലെ അവസാനവും റുക്നാണ്. തക്ബീറത്തുൽ ഇഹ്റാമും സലാം വീട്ടലും റുക്നാണ്. അപ്പൊ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ റുക്നിന്റെ ഭാഗമാണ്. മൂന്നാമത്തേത് ഷർത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ പുറത്ത് ഉള്ള കാര്യമാണെങ്കിലും അത് നിസ്കാരം അവസാനിക്കുന്നത് വരെ ഉണ്ടായിരിക്കണം. അതിനിടയിൽ ഷർത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായി? നിസ്കാരം പോകും. ഇപ്പോൾ വുളൂ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം, നിസ്കാരം മാറ്റി നിസ്കരിക്കണം, വേറെ വീണ്ടും ആ ഷർത്ത് പൂർത്തീകരിച്ച് നിസ്കരിക്കണം. എന്നാൽ അർക്കാൻ എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം റുക്നാണ്, റുക്കൂ റുക്നാണ്, ഒരുപോലെയാണ് രണ്ടും? അല്ല. ഇതിങ്ങനെ മാറി മാറി ഓരോ പ്രവർത്തനങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. റുക്ന് അങ്ങനെയാണ്. ഇത് പ്രധാനപ്പെട്ട 3 വ്യത്യാസങ്ങളായി പണ്ഡിതന്മാർ ഉണർത്തിയതായി നമുക്ക് കാണാം. പറഞ്ഞതിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ ഷർത്ത് എപ്പോഴും പുറത്താണ് ഉണ്ടാവുക, റുക്ൻ എപ്പോഴും അകത്താണ് ഉണ്ടാവുക. അപ്പൊ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ഷർത്തുകൾ യോജിക്കണം. നിസ്കാരത്തിന്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന്റെ റുക്നുകൾ ശ്രദ്ധിക്കണം. ഇതാണ് പറഞ്ഞതിന്റെ ആകത്തുക. ഷെയ്ഖ് റഹിമഹുല്ലാഹ് നമുക്ക് ആദ്യത്തെ അൽ ഇസ്ലാം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ലേ? പോരെ? നീട്ടാണെങ്കിൽ പ്രശ്നമില്ല, എനിക്ക് പോയിട്ട് തിരക്കൊന്നുമില്ല. ഷെയ്ഖ് പറഞ്ഞു, അടുത്ത പേജ് മറിക്കാം. അശർത്തുൽ അവ്വൽ. ഇനി ഓരോ റുക്നും വിശദീകരിക്കാൻ, ഓരോ റുക്നും തെളിവുകൾ സഹിതം. നേരത്തെ പറഞ്ഞില്ലേ ഷെയ്ഖിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ വക ഒന്നും പറയൂല. അദ്ദേഹം ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് അല്ലെങ്കിൽ സലഫുകൾ സഹാബത്ത് പറഞ്ഞത്. അശർത്തുൽ അവ്വൽ, ഒന്നാമത്തെ ഷർത്ത് അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കുക. വളിദ്ദുഹു അൽ കുഫ്ർ, ഇസ്ലാമിന് നേർ വിപരീതമാണ് അൽ കുഫ്ർ, നിഷേധം. വൽ കാഫിറു അമലുഹു മർദൂദുൻ, നിഷേധിയായ കാഫിറായ ഒരു മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും തള്ളപ്പെടുന്നതാണ്, അള്ളാഹു സ്വീകരിക്കുകയില്ല. വലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മിൻ മുസ്ലിം, മുസ്ലിമായ മനുഷ്യനിൽ നിന്നല്ലാതെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? മുസ്ലിം ആയിരിക്കണം. മുസ്ലിമായ ഒരു മനുഷ്യൻ നിസ്കരിച്ചാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്ത ആളുകൾ കൈകൊണ്ടും കാലുകൊണ്ടും പ്രവർത്തിച്ചു എന്ന് മാത്രം. നിസ്കാരത്തോടുള്ള മതിപ്പ് കൊണ്ട് ചില ആളുകൾ നിസ്കരിച്ചു എന്ന് പറയാറുണ്ട്. നിസ്കരിച്ചാൽ അവർ കൈകൊണ്ടും കാലുകൊണ്ടും എന്തൊക്കെയോ പ്രവർത്തനം ചെയ്തു എന്ന് മാത്രം. നിസ്കാരം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റൂല. കാരണം നിസ്കാരത്തിന്റെ ഷർത്ത് ആയിട്ടില്ല. നിസ്കാരത്തിന്റെ ഷർത്തിൽ ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കുക എന്നതാണ്. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് എന്താണ്? വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരാണോ ഇസ്ലാമല്ലാത്ത വല്ല ആദർശവും തേടി പോകുന്നത് അവനിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. അഥവാ ഇസ്ലാമല്ലാത്ത ആദർശം സ്വീകരിച്ച ആളുകളിൽ നിന്ന് ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അത്തരം ആളുകൾ പരലോകത്ത് നഷ്ടക്കാരുടെ അഥവാ നരകത്തിൽ ആകുന്നു. ഇതാണ് ഒന്നാമത്തെ തെളിവ്. വൽ കാഫിറു അമലുഹു മർദൂദുൻ വലൗ അമില അയ്യ അമലിൻ, ഒരു കാഫിർ അവൻ എന്ത് പ്രവർത്തനം ചെയ്താലും ശരി അവന്റെ അമലുകൾ തള്ളപ്പെടുന്നതാണ്, അള്ളാഹു സ്വീകരിക്കുകയില്ല. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് ഇനി പറയാൻ പോകുന്ന ആയത്തുകളാണ്.
മാ കാന ലിൽ മുശ്രികീന അൻ യഅ്മുറു മസാജിദ അല്ലാഹി ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫ്ർ ഉലൈക ഹബിതത് അഅമാലുഹും വഫിന്നാരി ഹും ഖാലിദൂൻ. സൂറത്തു തൗബയിലെ 17-ാമത്തെ ആയത്താണ്. മാ കാന ലിൽ മുശ്രികീൻ, മുശ്രിക്കുകളായ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്ക് പാടില്ല അൻ യഅ്മുറു മസാജിദ അല്ലാഹ്, അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കുക എന്നത്. ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫ്ർ, അവർ അവരുടെ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ സത്യനിഷേധം സാക്ഷ്യപ്പെടുത്തിയ ആളുകളാണ്. അത്തരം ആളുകൾ എന്തില്ല, അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കാൻ പാടില്ല, അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന് ചുരുക്കം. കാരണം ഉലൈക, അത്തരം ആളുകൾ ഹബിതത് അഅമാലുഹും, അവരുടെ അമലുകൾ പൊളിഞ്ഞു പോയിരിക്കുന്നു. വഫിന്നാരി ഹും ഖാലിദൂൻ, അവർ എന്നെന്നും നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. അപ്പൊ പള്ളി പരിപാലിക്കുക എന്നുള്ളത് എന്താണ്? സൽക്കർമ്മമാണ്, നല്ല കാര്യമാണ്. പക്ഷെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്ക് അതിന് അവസരമില്ല, അതിന് പാടില്ല. അങ്ങനെ ഒരാൾ ചെയ്തു എന്ന് വിചാരിക്കുക, പള്ളിക്ക് കൊണ്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കുക, ഷിർക്ക് ചെയ്തുകൊണ്ടാണ് അയാൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക, അയാളുടെ ആ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു സൽക്കർമ്മവും കാഫിറായി തുടരുന്ന ഒരു മനുഷ്യനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ചുരുക്കം. വഖൗലുഹു തആല, മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. പരലോകത്ത് സത്യനിഷേധികളുടെ, മുശ്രിക്കുകളുടെ കർമ്മങ്ങൾ നാം കൊണ്ടുവരും. അഥവാ അള്ളാഹു പറയുന്നു, പരലോകത്ത് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, അതിനെ ചിതറിയ ധൂളികൾ പോലെയാക്കി തീർക്കും. ചിതറിയ ധൂളികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശം, ഒരു ലൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ നോക്കിയാൽ, ഒരു വിളക്കിട്ട് അതിലേക്ക് നമ്മൾ നോക്കിയാൽ അതിന് ചുറ്റും പൊടികൾ കാണാം, നേർത്ത പൊടികൾ. അതുപോലെ ആക്കി തീർക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ആ പൊടി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നതുപോലെ പരലോകത്ത് അത്തരം ആളുകളുടെ അമലുകൾ ഒരു ഉപകാരവും അവർക്ക് നേടിക്കൊടുക്കുകയില്ല, അവരുടെ അമലുകൾ ഉപകാരപ്പെടുകയില്ല എന്ന് ചുരുക്കം. സഹോദരങ്ങളെ, ഇതാണ് ഒന്നാമത്തെ ഷർത്തും അതിൻ്റെ തെളിവും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില മസ്അലകൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അശ്ശർത്തുൽ അവ്വൽ അൽ ഇസ്ലാം വദിദ്ദുഹു അൽ കുഫർ. ഒന്നാമത്തെ ഷർത്ത് മുസ്ലിം ആയിരിക്കുക, അതിന് വിപരീതമാണ് കുഫർ. കുഫർ രണ്ട് രൂപത്തിലാണുള്ളത്. കുഫറുൻ അസ്ലി, ഒന്ന് അടിസ്ഥാനപരമായി കാഫിറായ മനുഷ്യൻ, അഥവാ അടിസ്ഥാനപരമായി കാഫിറാണ്. രണ്ടാമത്തേത് മുസ്ലിമായി ജീവിച്ച് പിന്നീട് കാഫിറായി പോവുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ രണ്ട് രൂപത്തിൽ കുഫറുണ്ട്. ഈ രണ്ട് രൂപത്തിലായാലും ശരി, ഒരാൾ മുസ്ലിം ആവാത്ത കാലത്തോളം അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല. കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, നിസ്കാരവുമായി ബന്ധപ്പെട്ട് അവരുടെ വിഷയത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അയാളോട് നിസ്കാരം കൽപ്പിക്കപ്പെടുകയില്ല. ഒരാൾ കാഫിറാണ്, മുസ്ലിം അല്ല, അയാളോട് ഒരു നിസ്കരിക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറയാൻ പാടില്ല? അയാൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല എന്നതുകൊണ്ട് ഒരു കാഫിറിനോട് നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പാടില്ല. രണ്ടാമത്തത്, ഒരു കാഫിർ മുസ്ലിമായി എന്ന് വിചാരിക്കുക, അയാൾ അതുവരെ ജീവിച്ച ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ല, അയാൾ ഖളാ കൂട്ടണോ? വേണ്ട. ഫലാ ഖളാ അലൈഹി, അയാളുടെ മേൽ ഖളാ ഇല്ല, അയാൾ ഖളാ കൂട്ടേണ്ടതില്ല. കാരണം ഒരു കാഫിർ മുസ്ലിം ആവലോടുകൂടി അല്ലാഹു റബ്ബുൽ ആലമീൻ അയാളുടെ മുൻകഴിഞ്ഞ എല്ലാ തെറ്റുകളും പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. മൂന്നാമത്തെ മസ്അല, ഒരു കാഫിർ നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെടുകയില്ല, അയാൾക്ക് ഖളാവുമില്ല എന്ന് നമ്മൾ പറഞ്ഞു. നിസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ശിക്ഷയുണ്ടോ? ഉണ്ടോ? ഒരാൾ മുസ്ലിം അല്ല, കാഫിറാണ്, അയാൾ കാഫിറായി തന്നെ മരിച്ചു. പരലോകത്തെത്തിയാൽ നിസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അയാൾക്ക് ശിക്ഷയുണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞു,
കുഫറിനുള്ള ശിക്ഷയും അതല്ലാത്ത ഓരോ തെറ്റിനും അയാൾക്ക് ശിക്ഷയുണ്ട്. കാഫിറാണ് എന്ന നിലയിൽ നരകത്തിൽ ശാശ്വതനായിരിക്കും, നിത്യവാസിയായിരിക്കും. കുഫറിനുള്ള ശിക്ഷക്ക് പുറമെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ അയാൾക്ക് ശിക്ഷയുണ്ടാവും. തെറ്റുകൾ ചെയ്തതിൻ്റെ പേരിൽ അയാൾക്ക് ശിക്ഷയുണ്ടാകും. ഓരോന്നിനും ശിക്ഷയുണ്ടാവും. നിസ്കരിക്കാത്തതിന് ശിക്ഷയുണ്ടാവും. സമ്പത്തുള്ളവനാണെങ്കിൽ സക്കാത്ത് കൊടുക്കാത്തതിന് ശിക്ഷയുണ്ടാവും. റമദാനിൽ നോമ്പെടുക്കാത്തതിന് ശിക്ഷയുണ്ടാവും. ഹജ്ജ് ചെയ്യാത്തതിന് ശിക്ഷയുണ്ടാവും. കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യാതെ നിന്നാൽ അവന് ശിക്ഷയുണ്ട്. അതുപോലെ ഓരോ കാര്യത്തിനും ശിക്ഷയുണ്ട്. ഓരോ കാര്യത്തിനും ശിക്ഷ ഉണ്ടായിരിക്കും. അത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു. നരകത്തിൽ പ്രവേശിച്ച ആളുകളെ കുറിച്ച് സ്വർഗത്തിലെ ആളുകൾ ചോദിച്ചു, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സഖർ എന്ന ഈ നരകത്തിൽ പ്രവേശിച്ചത്? അപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, നമ്മൾ നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല. അതുപോലെ അതിൻ്റെ ബാക്കിയിൽ നമുക്ക് കാണാം, അവർ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാത്ത ആളുകളായിരുന്നു. അവരങ്ങനെ ദുനിയാവിൽ കഴിച്ചുകൂട്ടി അവരുടെ ആയുസ് തീർത്തു, അങ്ങനെ മരിച്ചുപോയി. അപ്പോൾ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ഹറാമ് ചെയ്തതിനും നിർബന്ധ കാര്യങ്ങൾ ഉപേക്ഷിച്ചതിനും ശിക്ഷ ഉണ്ടാകും. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു കാഫിർ പരലോകത്ത് ശിക്ഷിക്കപ്പെടുക 3 രൂപത്തിലാണ്, 3 കാര്യങ്ങൾക്കാണ്. ഒന്ന് നമ്മൾ പറഞ്ഞ നിർബന്ധ കാര്യം ചെയ്യാത്തതിന്, രണ്ടാമത്തത് ഹറാമായ കാര്യങ്ങൾ ചെയ്തതിന്. നിർബന്ധ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ പറഞ്ഞ ഇബാദത്തുകളെല്ലാം കൽപ്പനകളാണ്, അത് ചെയ്യാത്തതിന് ശിക്ഷ ഉണ്ടാവും. 2 തെറ്റുകൾ, അതിന് പുറമെ തിന്മകൾ ചെയ്യും. ഇപ്പൊ ശിർക്ക് ചെയ്യും, കുഫ്ർ ചെയ്യും, അതുപോലെ ഹറാമായ കാര്യങ്ങൾ കാണും, കേൾക്കും, പലിശ, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ ശിക്ഷ ഉണ്ടാവും. മൂന്നാമതായി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചതിന് ശിക്ഷ ഉണ്ടാവും. അള്ളാഹു ദുനിയാവിൽ നൽകിയ അനുഗ്രഹങ്ങൾ അത് അനുഭവിച്ചതിൻ്റെ പേരിൽ അയാൾക്ക് ശിക്ഷ ഉണ്ടാകും. കാരണം അള്ളാഹു തആല പറഞ്ഞു, ദുനിയാവിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹു ദുനിയാവിൽ സംവിധാനിച്ച എല്ലാ സൗകര്യങ്ങളും അത് ഖുൽ ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ, ഈമാനുള്ളവർക്കാണ് ദുനിയാവിൽ അള്ളാഹു ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അള്ളാഹു ദുനിയാവിൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞെന്തിനാണ്? അള്ളാഹുവിനെ അനുസരിക്കാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. അങ്ങനെ മുഅ്മിനുകൾക്കാണ് ദുനിയാവിലുള്ള സൗകര്യങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചത്. ഖാലിസതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ സൗകര്യങ്ങളും അതിൻ്റെ ഇരട്ടിയും അതിന് പുറമെയുമുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സുഖങ്ങളും മുഅ്മിനുകൾക്ക് മാത്രമായി അള്ളാഹു നൽകുന്നതാണ്. മുഅ്മിനുകൾക്ക് അവകാശപ്പെട്ട ഈമാനുള്ളവർ ആസ്വദിക്കേണ്ട ദുനിയാവിലെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചതിൻ്റെ പേരിൽ ഓരോ കാഫിറും ശിക്ഷിക്കപ്പെടും. അവന് ശാരീരികമായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുണ്ട്, എല്ലാവർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്തതിൻ്റെ പേരിൽ ശിക്ഷയുണ്ടാവും. അതുപോലെ അള്ളാഹു എന്തൊക്കെ ആസ്വാദനങ്ങൾ അനുഗ്രഹങ്ങൾ നൽകിയോ ഓരോന്നും ആസ്വദിക്കുന്നതിന് കാഫിർ പരലോകത്ത് ശിക്ഷിക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമാക്കിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിച്ചാൽ മതിയാവുകയില്ല. വാജിബാത്തുകൾ, ഹറാമായ കാര്യങ്ങൾ, ഇതിന് ശിക്ഷയുണ്ട് എന്നതിന് പുറമെ പണ്ഡിതന്മാർ ഖുർആനിലെ ആയത്ത് തെളിവുദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, അനുഗ്രഹങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെടും. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്തതിൻ്റെ പേരിൽ കാഫിറുകൾ പരലോകത്ത് ശിക്ഷിക്കപ്പെടും എന്ന് ചുരുക്കം. ഇനി സഹോദരങ്ങളെ, ഈമാനുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നതിന് പരിശുദ്ധ ഖുർആനിൽ ധാരാളം തെളിവുകൾ നമുക്ക് കാണാം. ഈമാനോടുകൂടി മാത്രമേ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം. അതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ, ഒരു കാഫിറുമായി സത്യനിഷേധവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് ഇപ്പോൾ പറഞ്ഞത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട്, അതുപോലെ പരലോകത്ത് ശിക്ഷ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഒരു കാഫിറിനോട് അള്ളാഹു അനീതി ചെയ്യുമോ? ഒരിക്കലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യദ്ലിമു മുഅ്മിനൻ ഹസനതൻ, അള്ളാഹു തആല മുഅ്മിനിനോട് നന്മയുടെ കാര്യത്തിൽ ഒരിക്കലും അതിക്രമം കാണിക്കുകയില്ല. ഒരു മുഅ്മിൻ നന്മ ചെയ്താൽ അള്ളാഹു അവനോട് അനീതി കാണിക്കുകയില്ല. യുഅ്താ ബിഹാ ഫിദ്ദുനിയ,
ദുനിയാവിൽ മുഅ്മിനിന് അതിന്റെ പ്രതിഫലം നൽകും. ഒരു മുഅ്മിൻ സത്യവിശ്വാസി ദുനിയാവിൽ എന്തെങ്കിലും സൽക്കർമ്മം ചെയ്തു എന്ന് വിചാരിക്കുക, അള്ളാഹു ദുനിയാവിൽ നൽകും. വയുജ്സാ ബിഹാ ഫിൽ ആഖിറ, പരലോകത്ത് അതിന് പ്രതിഫലം നൽകും. ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും. ഇത് മുഅ്മിനിനുള്ള ഓഫറാണ്. മുഅ്മിൻ ദുനിയാവിൽ എന്ത് സൽക്കർമ്മം ചെയ്താലും ദുനിയാവിൽ അത് കിട്ടും. അള്ളാഹുവിന് വേണ്ടി വല്ലതും ചിലവഴിച്ചാൽ അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് പകരമായി നൽകും. അള്ളാഹുവിന് വേണ്ടി വല്ല ഹറാമും ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുക, അതിനേക്കാൾ മുന്തിയ ആസ്വാദനം അള്ളാഹു നൽകും. ദുനിയാവിൽ എന്ത് നന്മ ചെയ്താലും മുഅ്മിനിന് ദുനിയാവിൽ തന്നെ കിട്ടും, പരലോകത്തും അതിന് പ്രതിഫലം കിട്ടും. വഅമ്മൽ കാഫിർ, എന്നാൽ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ഫയുത്അമു ബിഹസനാതി മാ അമില ബിഹാ ലില്ലാഹി ഫിദ്ദുനിയ, അള്ളാഹുവിന് വേണ്ടി ദുനിയാവിൽ ഒരു കാഫിർ എന്തൊക്കെ ചെയ്തോ, നല്ല ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ. ചെയ്യുന്ന നന്മകളാണ്, പക്ഷേ ആ നന്മകൾക്ക് അള്ളാഹു ദുനിയാവിൽ അവർക്ക് പ്രതിഫലം കൊടുക്കും. ദുനിയാവിൽ ഉപജീവനമായിട്ടും ഭക്ഷണമായിട്ടും സ്ഥാനമാനങ്ങളുമായിട്ടും അങ്ങനെയുള്ള സൗകര്യങ്ങൾ അള്ളാഹു ദുനിയാവിൽ നൽകും. ഹത്താ ഇദാ അഫ്ളാ ഇലൽ ആഖിറ ലം തകുൻ ലഹു ഹസനത്തുൻ യുജ്സാ ബിഹാ, എന്നാൽ പരലോകത്ത് അയാൾ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ നന്മകൾക്കൊന്നും പരലോകത്ത് പ്രതിഫലം ലഭിക്കുകയില്ല. കാഫിറിനോടും അള്ളാഹു അനീതി കാണിക്കുന്നില്ല, നീതി കാണിക്കുന്നുണ്ട്. അവന് ദുനിയാവിലെ കൊടുക്കുള്ളൂ, ആഖിറത്തിൽ കൊടുക്കുകയില്ല. യഥാർത്ഥത്തിൽ രണ്ട് സ്ഥലത്തും കൊടുക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് റബ്ബിനെ നിഷേധിക്കുന്ന ഒരുവന് അള്ളാഹു ദുനിയാവിൽ നൽകുമെന്നാണ് അള്ളാഹുവിൻ്റെ നീതിയാണ്. അള്ളാഹു ഒരാളോടും ഒരു തരിമ്പ് പോലും അനീതി കാണിക്കുകയില്ല. പരലോകത്ത് അള്ളാഹു ദുനിയാവിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പരലോകം, സ്വർഗം, നരകം ഇതൊന്നും കൂട്ടാക്കാതെ ജീവിച്ച് പരലോകത്തെത്തിയാൽ പരലോകത്തൊന്നും കൊടുക്കാതിരിക്കുക എന്നത് അയാളോട് അള്ളാഹു ചെയ്യുന്ന അനീതിയൊന്നല്ല, അയാളോട് അള്ളാഹു ചെയ്യുന്ന അനീതിയല്ല, മറിച്ച് മറ്റുള്ളവരോട് ചെയ്യുന്ന നീതിയാണ്. ദുനിയാവിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ പരലോകത്തെത്തി ഇയാളും മറ്റയാളും ഒരുപോലെ ആണെങ്കിൽ പിന്നെ ഇവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ എന്ത് വ്യതിരിക്തതയാണുള്ളത്? ദുനിയാവിൽ ഇപ്പറഞ്ഞ ഹറാമുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് റബ്ബിനെ ഭയന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അങ്ങനെ ജീവിച്ച ഒരാളും ഇതൊന്നും പാലിക്കാതെ ജീവിച്ച ഒരാളും ഒരുപോലെ ആവുകയില്ല. അങ്ങനെ ഒരുപോലെ ആക്കുക എന്നുള്ളത് നീതിയല്ല. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ, ഒരാൾ നന്നായി പഠിക്കും, ഒരാൾ തീരെ പഠിക്കുകയില്ല. റിസൾട്ട് വരുമ്പോൾ രണ്ടാൾക്കും A+. എന്താണ് നമ്മൾ പറയാ? ആ മാഷിന് കിട്ടിയ അല്ലേ എന്ന് പറയും. അപ്പോൾ ഭൗതികമായി ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഇതാണ് അഭിപ്രായം പറയുക. റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിനെയും കാഫിറിനെയും ഒരുപോലെ ആക്കുകയില്ല. എന്നാൽ ദുനിയാവിൽ അവന് വേണ്ട നീതി അള്ളാഹു നൽകും. ഏറ്റവും കുറഞ്ഞ നീതി എന്നത് അവൻ്റെ ശാരീരികമായ സൗകര്യങ്ങളാണ്. അല്ലേ? ഒരു ശ്വാസം മുട്ടിയാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ ആയിരക്കണക്കിന് രൂപ കൊടുക്കണം ഓരോ ശ്വാസത്തിനും. അത് അള്ളാഹു വെറുതെ നൽകുന്നു, വർഷങ്ങളോളം ആസ്വദിക്കുന്നു. ഒരു ശരീരത്തിലെ അവയവം അതിനെന്തെങ്കിലും പറ്റിയാൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്താലും കിട്ടുകയില്ല. അത് അള്ളാഹു അവന് വെറുതെ നൽകിയിരിക്കുന്നു. അള്ളാഹു എല്ലാവരോടും നീതി കാണിച്ചിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഷർത്ത് മുസ്ലിം ആയിരിക്കുക എന്നതാണ്. അതിന് വിപരീതമാണ് കുഫർ, സത്യനിഷേധം എന്നത്. അള്ളാഹു നമ്മെ അത്തരം ദുരവസ്ഥയിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഈമാനുള്ള മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.